2 ദിവസം പനിച്ച് കിടന്നപ്പോൾ തന്നെ വീടിൻ്റെ അവസ്ഥയൊക്കെ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് വലിയ പിടുത്തം. ആകെ മൊത്തം അലങ്കോലായി കിടക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്നും അത്യാവശ്യം നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് തുടങ്ങാമെന്ന് കരുതി. പിന്നെ ഈ വീഡിയോ ഞാൻ 2 ദിവസമായിട്ട് എടുത്തു വെച്ചാണ് കേട്ടോ. ഇന്നലെ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോത്തിന് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു. ഇന്നലെയും ഇന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ പിന്നെ ഞാൻ ലഞ്ചിനുള്ളത് പെട്ടെന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെയൊക്കെ കുറച്ചൊരു ഉഷാറുള്ള പോലെ തോന്നി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയ പോലെ തോന്നി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഉറങ്ങി എണീറ്റപ്പോത്തിന് വീണ്ടും എനിക്ക് പനി ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ. ഇത് ഞാൻ പില്ലോൻ്റെ പുറത്തൊരു ടർക്കി വിരിച്ചാണ്. നനഞ്ഞ മുടിയല്ലേ, അപ്പോൾ വെള്ളം നനയണ്ടെന്ന് കരുതിയിട്ട്. ഇത് പിന്നെ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ എണീക്കാൻ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എണീറ്റ പാടെ തന്നെ ഞങ്ങൾ വേഗം പോയിട്ട് BP ചെക്ക് ചെയ്യുക ചെയ്തത്. കാരണം നല്ല തലകറക്കം ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം കുറവാണ്. അല്ലെങ്കിൽ ഞാനൊരു ലോ BP പേഴ്സൺ ആണ് കേട്ടോ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അതാ മടക്കി വെച്ച് തരുന്നുണ്ട്. എല്ലാം മടക്കിക്കണം കേട്ടോ. നല്ല കുട്ടിയാണ്. ചോറ് ഉമ്മയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി. വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഒന്നിനും ഒരു മൂഡില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇന്നലത്തെയും കാട്ടിലും ക്ഷീണമുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ കുളിക്കാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഒരു ലൂസുള്ള നൈറ്റ് എടുത്തിട്ടിട്ട് കുറേ നേരം കിടക്കുക ചെയ്ത്. അതിൻ്റെ അടുക്ക് അവന് വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കിടന്ന് പിന്നെ ഞാനൊന്ന് എണീറ്റ്. ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. പിന്നെ എനിക്ക് കുറച്ച് പെൻഡിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. മുറ്റൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് കരുതി. പിന്നെ ഈ മുൻഭാഗത്ത് നല്ല മണ്ണും ചളിയൊക്കെ ആയിട്ട് നല്ല കച്ചറായി കിടക്കായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് കയറി പോകാൻ തോന്നിയില്ല. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ അത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഉരക്കാനൊന്നും നിന്നിട്ടില്ല. ഇപ്പം അതിനൊന്നുള്ളൊരു ശക്തി ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതാ ഇവള് കാണിക്കണുണ്ടല്ലേ. പിന്നെ വേഗം പോയി എടുത്ത് പിന്നെ അതാ 2 ദിവസത്തെ പത്രം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിൽ കൊണ്ടുവച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.